ഈ നാട്ടിൽ പണം നഷ്ടപ്പെടുന്ന ആളുകളൊക്കെ പത്രക്കാരെ വിളിച്ചാണല്ലോ പറയുന്നത്. എന്താ ഈ നാട്ടിലെ ആഭ്യന്തര വകുപ്പിനെ വിശ്വാസമില്ലേ? അല്ല, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒക്കെ അവിടേക്ക് എത്താനുള്ള കാരണം തന്ത്രിയുടെ നിക്ഷേപവുമായി ബന്ധപ്പെട്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, ഞാൻ ആര്യ ഇപ്പൊ ഇത് ആരോടാ അദ്ദേഹം പറഞ്ഞത്? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അവിടെ റെയ്ഡ് നടത്തിയോ എന്തോ, അവരവരുടെ പണിയായിട്ട് നടക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ, ഇത് ആരോടാണ്? മാധ്യമങ്ങളോടല്ലേ പറഞ്ഞത്? മാധ്യമങ്ങളോട് പറയാതെ ഈ നെടുമ്പറമ്പിൽ മറ്റെന്താ സൊസൈറ്റിയോ അവരെന്താ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് പരാതി കൊടുക്കാത്തത്? അല്ലെങ്കിൽ നിയമപരമായിട്ട് ഇത്രയും കാലമായിട്ട് പോകാതിരുന്നത്? ഒരു തെരഞ്ഞെടുപ്പ് ആസന്നമാകുന്ന സമയത്ത് തന്ത്രിയുടെ പണം നിക്ഷേപിച്ച സൊസൈറ്റിയിൽ നിന്ന് തന്ത്രിയുടെ പണം നഷ്ടപ്പെട്ടിട്ട് തന്ത്രിക്ക് പരാതിയില്ല. ആ പണം ആന്റോ ആന്റണിക്ക് കടം കൊടുത്തു എന്നാണ് പറയുന്നത്. അത് തിരിച്ചു കിട്ടാത്തതിൽ അവർക്കും പരാതിയില്ല. ED അവിടെ കയറി റെയ്ഡ് ചെയ്തപ്പോഴാണ് ഇത് പത്രക്കാരോട് പരാതി പറയുന്നത്. കേരളത്തിലെ പത്രക്കാരാണോ ഇത്തരം കാര്യങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്നത്? ഇപ്പൊ ഇവിടെ പോലീസിനും കോടതിക്കും ഒന്നും ഒരു വിലയുമില്ലേ? ഇതൊക്കെ ഒരു ബാലിശമായിട്ടുള്ള കാര്യങ്ങളായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ തെരഞ്ഞെടുപ്പാകുമ്പോൾ അയ്യപ്പന്റെ സ്വർണം കട്ട കേസില് സ്വർണ്ണപ്പാളികൾ എവിടെയാണെന്ന് അന്വേഷിക്കാൻ നേരമില്ലാത്ത ആളുകള് ഈ ആന്റോ ആന്റണിക്ക് കടം കൊടുത്തതിന്റെ പുറകെ നടക്കുക. ഞാൻ ഒരു കാര്യം പറയാം. ഇവിടെ അരുൺകുമാർ പറഞ്ഞൊരു കാര്യമുണ്ട്, ആളുകളെ വിളിച്ച് ചോദ്യം ചെയ്യും, വിവരങ്ങൾ ശേഖരിക്കും, അതിനുശേഷം അറസ്റ്റ് ചെയ്യുമെന്ന്. അപ്പൊ SITയുടെ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണല്ലോ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തത് എന്നാണല്ലോ അദ്ദേഹം പറയുന്നത്. ഞാനൊരു നിയമവിദഗ്ധനല്ല, പക്ഷെ എന്റെ ഒരു സാമാന്യ ബോധത്തിൽ നിന്ന് ഒരു ചോദ്യം ചോദിക്കട്ടെ. അപ്പോൾ പത്മകുമാറിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു, അറസ്റ്റ് ചെയ്തു. അപ്പൊ കുറ്റം ഉണ്ടായിട്ടല്ലേ, കുറ്റക്കാരനാണെന്ന് SITക്ക് തോന്നിയിട്ടല്ലേ ആ വാസുവിനെ, ശങ്കർദാസിനെ ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്ത് SITക്ക് അക്കാര്യത്തിൽ ബോധ്യമുള്ളത് കൊണ്ടല്ലേ, അവരെ റിമാൻഡ് ചെയ്ത് ഹൈക്കോടതിക്ക് ബോധ്യമുള്ളത് കൊണ്ടല്ലേ? അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള അമ്പലക്കള്ളന്മാരെ പാർട്ടിയിൽ നിലനിർത്തിക്കൊണ്ടാണ് മറ്റ് പാർട്ടിയിൽ ഏതെങ്കിലും അമ്പലക്കള്ളന്മാരുണ്ടോ എന്ന് ഭൂതക്കണ്ണാടി വെക്കുന്നത്. അതൊരു ശരിയായ പ്രവർത്തനമല്ല. കേരളം ഭരിക്കുന്നവർ കണ്ണടച്ചത് കൊണ്ടാണ് പോറ്റി 2019 മുതൽ 2025 വരെ ഈ അമ്പലക്കൊള്ളയിൽ ആസ്വദിച്ച് മുന്നോട്ട് പോയത്. ആ ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട് മൂടി വെച്ചത് പോറ്റി കള്ളനാണെന്ന് എനിക്കോ ഈ ചർച്ച കാണുന്ന മാതൃഭൂമിയുടെ പ്രേക്ഷകർക്കോ നമുക്ക് ആർക്കും അറിയില്ലായിരുന്നല്ലോ. കേരളത്തിലെ ദേവസ്വം ബോർഡിനും ദേവസ്വം വകുപ്പിനും ദേവസ്വം വിജിലൻസിനും അല്ലാതെ, സംസ്ഥാന സർക്കാരിനല്ലാതെ ആ കള്ളനാണ് എന്നുള്ള ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട് മൂടി വെച്ചത് എന്തിന്? അതിനുള്ള മറുപടിയാണ് പറയേണ്ടത്. അത് സോണിയാഗാന്ധിയെയോ അടൂർ പ്രകാശിനെ സംരക്ഷിക്കാനാണെങ്കിൽ പിന്നെ എന്തിനാണ് CPM കേരളത്തിൽ ഭരിക്കുന്നത്? ഇനി അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, SIT ലീക്കേജ് കൊടുത്തിട്ടില്ല ഇതുവരെ. മുൻപ് വാർത്ത കിട്ടാതിരുന്ന മാധ്യമങ്ങളുടെ കഴിവുകേടാണെന്ന്. അപ്പൊ ഇന്ന് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ വിളിച്ചത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വിവരങ്ങൾ ആരായും വിളിച്ചത്, അത് SIT കൊടുത്ത ലീക്കേജ് ആണെന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ടോ? അപ്പൊ മുൻപ് വിവരങ്ങൾ പുറത്തു വരാതിരിക്കുകയും ഇന്ന് പുറത്തു വരികയും ചെയ്യുന്നത് SIT തന്നെ, അതിലെ ഉദ്യോഗസ്ഥർ തന്നെ ലീക്കേജ് കൊടുത്താണെന്നുള്ള ഒരു പരിപ്രേക്ഷ്യല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇതെല്ലാം പറയുന്നതിന് നേരെ വിപരീതമായിട്ട് വരുന്നത്. ഇനി ഏതെങ്കിലും ഒരു വിശ്വാസിയുടെ കയ്യിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കള്ളനാണെന്ന് നമുക്കൊക്കെ 2025 വരെ അറിയാത്ത പോറ്റി ചരട് കെട്ടിക്കൊടുക്കുന്നത് കുറ്റമാണെങ്കിൽ നമ്മൾ എന്താ അതിന് മറുപടി പറയാ? ജ്യോതി മൽഹോത്ര കേരളത്തിലെ ടൂറിസം പ്രൊമോഷന് വേണ്ടി വന്നു. അതേ ജ്യോതി മൽഹോത്രയെ ഈ രാജ്യത്തെ ദേശദ്രോഹത്തിന് കേന്ദ്ര സർക്കാർ അറസ്റ്റ് ചെയ്തു. അന്ന് ഞങ്ങള് കേരളത്തിലെ PWD മന്ത്രി, ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസിനോടൊപ്പം നിന്നത്. കാരണം ജ്യോതി മൽഹോത്ര രാജ്യദ്രോഹിയാണെന്ന് മുഹമ്മദ് റിയാസിന് അറിയില്ലായിരുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ജയിക്ക്. രാജ്യദ്രോഹിയായിട്ടുള്ള ഒരാളെ കേരളത്തിൽ മുഹമ്മദ് റിയാസ് വിളിച്ച് പരിപാടി പങ്കെടുപ്പിക്കുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. രാഷ്ട്രീയമായിട്ട് ഞങ്ങൾ എതിർപക്ഷത്തിൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ SIT രാഷ്ട്രീയമായിട്ട് ചട്ടുകമാക്കപ്പെടുന്നുണ്ട്. ഈ രാജു എബ്രഹാമിനെ എന്തുകൊണ്ടാണ് ചോദ്യം ചെയ്യാത്തത്? കടകംപള്ളിയെ ചോദ്യം ചെയ്ത് വിട്ടു. അപ്പൊ ചോദ്യം ചെയ്യുന്നതിൽ നമുക്കൊരു കുഴപ്പമില്ല. ആരെ വേണമെങ്കിലും ചോദ്യം ചെയ്യട്ടെ. സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്യണോ? കുഴപ്പമില്ല, ചോദ്യം ചെയ്തോ. സോണിയാഗാന്ധിയാണല്ലോ കേരളത്തിലെ ദേവസ്വം വകുപ്പ് ഭരിക്കുന്നത്. അപ്പൊ ചോദ്യം ചെയ്യണമല്ലോ. ഇനി ഞാൻ ചോദിക്കട്ടെ, സസ്പീഷ്യസ് ആയിട്ടുള്ള മണി ട്രാൻസാക്ഷൻസ് നടന്നു എന്നാണ് പറയുന്നത്. അല്ല, CPMന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബിയുടെ സ്റ്റാൻഡ് എന്താണെന്ന് നമുക്കറിയാലോ. ഇപ്പൊ കേരളത്തിലെ CPMകാര് പറയുന്നതിന്റെ മാത്രമല്ലല്ലോ, സോണിയാഗാന്ധിയെ കുറിച്ചിട്ട് ആ കാര്യത്തിൽ CPMന്റെ ജനറൽ സെക്രട്ടറി MA ബേബിയുടെ സ്റ്റേറ്റ്മെന്റ് നമുക്കറിയാം. ഞാൻ പറയുന്നത് സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ നടന്നു എന്നുള്ള കാര്യങ്ങളുണ്ടല്ലോ. ഇത് ഡിജിറ്റൽ ഇന്ത്യയല്ലേ? K4 നടപ്പാക്കിയ കേരളമല്ലേ? ഡിജിറ്റൽ ഇന്ത്യയല്ലേ? അങ്ങനെ സസ്പീഷ്യസ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് നടന്നു എന്ന് കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തിട്ട് പിന്നെയും ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണോ അടൂർ പ്രകാശിന് എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ ചോദ്യം ചെയ്യേണ്ടത്? അതൊക്കെ കണ്ടുപിടിക്കാനായിട്ട് നിമിഷങ്ങൾ മാത്രം പോരെ? അല്ലെങ്കിൽ അത്രയും സാങ്കേതിക പരിജ്ഞാനവും സൗകര്യങ്ങളും ഇല്ലാത്ത ഒരു SIT ആണോ കേരളത്തിൽ അന്വേഷിക്കുന്നത്? ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. ഞാൻ അങ്ങനെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യുന്നില്ല. ഒരു ചെറിയ ഇടവേള എടുത്ത് വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. മറുപടി പറയാനുണ്ട്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഞാൻ കൃത്യമായിട്ട് പറഞ്ഞല്ലോ ആര്യ, ഹൈക്കോടതിയിൽ ഞങ്ങൾക്ക് വിശ്വാസക്കുറവില്ല. പക്ഷേ ഈ SITയുടെ നിലപാടുകളിൽ SITയിലെ ഏറ്റവും നല്ല ഉദ്യോഗസ്ഥരാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ ഇപ്പോൾ പൊളിറ്റിക്കൽ പ്രഷറിന്റെ ഭാഗമായിട്ട് താങ്കളൊന്നും മിണ്ടാതിരിക്കാൻ അരുൺകുമാറെ, എന്ത് അലമ്പാണിത്? എല്ലാ പ്രാവശ്യവും ഇങ്ങനെ അലമ്പുണ്ടാക്കുക. ഞാൻ പറയട്ടെ, അക്ഷരത്തിൽ ഇടപെടാൻ സമ്മതിക്കട്ടെ. ഞാൻ പറയട്ടെ അരുൺകുമാറെ,
എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട് താങ്കളോട് മറുപടി പറയാൻ. താങ്കൾ മിണ്ടാതിരുന്നാൽ അതൊന്ന് കേൾക്കാൻ നന്നായിരുന്നു. താങ്കൾ പറഞ്ഞത് ഹൈക്കോടതിയിൽ വിശ്വാസമുണ്ടോ എന്ന്. ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. SIT-യിൽ ഏറ്റവും മിടുക്കരായിട്ടുള്ള ഉദ്യോഗസ്ഥരാണ്, തർക്കമില്ല. പക്ഷെ ആ ഉദ്യോഗസ്ഥർ ഇപ്പോൾ പൊളിറ്റിക്കൽ പ്രഷറിന്റെ ഭാഗമായിട്ട് മിസ്ലീഡ് ചെയ്യപ്പെടുന്നു എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമില്ല. താങ്കൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഹൈക്കോടതി ഇത്രയധികം നിരീക്ഷണം നടത്തിയ മറ്റൊരു കേസുമില്ല ഇന്ത്യയിൽ നിന്ന്. സത്യമാണ്. ആ നിരീക്ഷണങ്ങളൊക്കെ ഏതായിരുന്നു? മെല്ലപ്പോക്ക്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് അറസ്റ്റ് ചെയ്യാൻ വൈകുന്നു, ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യാതിരിക്കുന്നു, മകൻ IPS കാരനായതുകൊണ്ടാണോ, ഭരണ സ്വാധീനത്തിന്റെ ഭാഗമായിട്ടാണോ, മറ്റൊരാളുടെ ഒന്നും മിണ്ടാതിരിക്കും. മറ്റൊരാളുടെ ഹർജി സുപ്രീം കോടതി ചെന്നപ്പോ ദേവന്റെ സ്വത്ത് കട്ടെടുത്തതിന്റെ പേരിൽ ജാമ്യമില്ല എന്ന് പറഞ്ഞത് സുപ്രീം കോടതിയാണ്. ഇത്രയധികം നിരീക്ഷണം ഇനി ഇതേ ഹൈക്കോടതി ജയിലിൽ പോയി പത്മകുമാറും താങ്കൾ ഏത് നിയമബോധത്തിൽ നിന്ന് പറഞ്ഞാലും കോട്ടിയുടെ ട്രാൻസാക്ഷൻ പരിശോധിച്ചോ? നിങ്ങൾ 2019 മുതൽ നിങ്ങൾ എന്തെടുക്കായിരുന്നു? ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട് കണ്ടിട്ട് നിങ്ങൾ എന്തെടുക്കായിരുന്നു? നിങ്ങൾ അതുമ്പോൾ തലവെച്ച് കിടന്ന് ഉറങ്ങുമായിരുന്നോ? നിങ്ങൾ എന്തെടുക്കായിരുന്നു? എവിടെയായിരുന്നു? സ്വപ്ന സുരേഷയ്ക്ക് മെസ്സേജ് ഇന്ന് ഹൈക്കോടതി പിടിച്ച് അറസ്റ്റ് ചെയ്ത അകത്തിട്ട ആളുകളുടെ പേരിൽ മേനി നടിക്കുന്നു. ഉളുപ്പില്ലേ? നാളെ പത്മകുമാർ എന്തിനാ ജയിലിൽ പോയത്? ശങ്കർദാസ് എന്തിനാ ജയിലിൽ പോയത്? ഈ വാസു ജയിലിൽ പോയത്? സെക്യൂരിറ്റി ജില്ലാ കമ്മിറ്റി സോണിയാഗാന്ധിയാണോ കേരളത്തിലെ CPM നയിക്കുന്നത്? സോണിയാഗാന്ധിയാണോ കേരളത്തിലെ ദേവസ്വം മന്ത്രി? പോറ്റി എപ്പോ കയറി എന്നുള്ളതല്ല. അങ്ങനെയാണെങ്കിൽ പോറ്റിയുമായിട്ട് അടുത്ത് ഇടപഴകിയിട്ടുള്ള പോറ്റിയുടെ മാതാപിതാക്കളും ബന്ധുമിത്രാദികൾ അടക്കമുള്ള മുഴുവൻ ആളുകളും പ്രതി ചേർക്കപ്പെടണ്ടേ? ഒരാൾ ജനിച്ച കാലം മുഴുവനല്ല, അദ്ദേഹം ഏത് കാലത്തൊക്കെ ജീവിച്ചിരുന്നു എന്നുള്ളതല്ല പ്രശ്നം. അദ്ദേഹം എപ്പോഴാണ് കളവ് നടത്തിയത്? ആ കളവ് കണ്ടതിന് ശേഷം മൂടി വെച്ചത് ഏത് കാലഘട്ടത്തിലാണ്? 2019 ശബരിമല ശാസ്താവിന്റെ സ്വർണ്ണപ്പാളികളും ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികളും ഒക്കെ കടത്തിയത്. അപ്പോൾ മുതലാണ് അയാൾ കള്ളനാകുന്നത്. അയാൾ കള്ളനായതിനു ശേഷം അയാളെ സംരക്ഷിച്ചത്, വിജിലൻസ് റിപ്പോർട്ട് മൂടി വെച്ച് സംരക്ഷിച്ചത്, അതിനുശേഷം ഇയാളുടെ തന്നെ നേതൃത്വത്തിൽ വീണ്ടും സ്വർണം പൂശാൻ കൊടുത്തുവിടാൻ ശ്രമിച്ചതൊക്കെ ഈ സർക്കാരിന്റെ കാലത്താണ്. അതുകൊണ്ടാണ് പോറ്റി സ്വർണം കട്ടപ്പോൾ സഖാക്കളാണ് പോറ്റിയുടെ ഒപ്പം സ്വർണം കട്ടത് എന്നുള്ളത് ഞങ്ങൾ പറയുന്നത്.